ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ഡിഷായ മാമ്പഴ പുളിശ്ശേരിയാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് നല്ല കുഞ്ഞു മാങ്ങ, ചെറിയ മാങ്ങ. നമുക്കിതൊന്ന് തൊലി കളഞ്ഞ് ഇടാം. ഇതിനായിട്ട് ചെറിയ മാങ്ങ ഇട്ട് മാമ്പഴ പുളിശ്ശേരിക്ക് ആവശ്യം. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. എല്ലാ മാങ്ങയുടെയും തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അല്പം വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കാം. എരിവിനനുസരിച്ച് എടുക്കാട്ടോ. ഞാൻ 3 പച്ചമുളക് എടുക്കുന്നുള്ളൂ, നല്ല എരിവുള്ള പച്ചമുളകാണ്. അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം. ഇതിനാവശ്യമായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, വെളുത്തുള്ളി, ഉള്ളി. തേങ്ങ നല്ല ഫൈനായിട്ട് അരക്കണം കേട്ടോ, നല്ല പേസ്റ്റോടെ അരക്കണം. നമുക്കിത് അരച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് തേങ്ങ നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ, വെന്ത് നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അരപ്പൊഴിക്കാം. തേങ്ങയൊക്കെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ലൂസായിട്ടല്ല കേട്ടോ, നല്ല തിക്കായിട്ടിരിക്കണ ഒരു കറിയാണ്ട് ഇത്. നമുക്കിതിനകത്തേക്ക് കട്ടിത്തൈര് ഒഴിക്കാം കേട്ടോ. തൈരും അരപ്പൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ. അല്പം ഉപ്പ് കുറവുണ്ട് എൻ്റെ, ഞാൻ അല്പം ഉപ്പിടേം കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. തിളക്കണ്ട കേട്ടോ, ചൂടായിട്ടുണ്ട് കേട്ടോ. തിള വരണ്ട, നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. നമുക്കിനി താളിക്കാൻ ചീഞ്ചട്ടി വെക്കാം. ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇങ്ങനത്തെ നാടൻ കറികൾ താളിക്കുമ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്, നമുക്കിനി ഉലുവ ഇടാം. ഉലുവയെ മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിനി കറിവേപ്പിലിടാം. വറ്റൽമുളക് ഇടണം. വറ്റൽമുളക് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമുക്കത് കറിയിലേക്ക് ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി. ഓക്കെ, ബൈ.